ഹലോ, നല്ല നമസ്കാരം. ഋഷഭ. ഒറ്റക്കിൽ പറഞ്ഞാൽ തെലുങ്കന്മാർ മോഹൻലാലിനെ കൊണ്ടുപോയി എന്താ പറയുക, ഊക്കി വിട്ട്, അല്ലെങ്കിൽ ക്രിസ്മസിന് ഇതേപോലെ ഒരു അപരാധ സിനിമ ഞാൻ കണ്ടില്ല. ഞാൻ ഇന്ന് 3 സിനിമയാണ് കണ്ടത്. സർവമായ, അനാക്കോണ്ട, ഈ സിനിമ. ഈ 3 സിനിമകളിൽ വളരെ മോശം സിനിമ ഇതാണ്. മോഹൻലാലിനെ പോലുള്ള ഒരു നടൻ ഇത്രയും നിലവാരമില്ലാത്തൊരു സിനിമയിൽ കൊണ്ടുപോയി തലവച്ച് കൊടുക്കുക എന്ന് പറയുന്നത് എന്ത് മോശമാണ്. ഇയാൾ ഈ സ്ക്രിപ്റ്റ് ഒന്നും നോക്കാതെയാണ് ഈ അന്യഭാഷയിലൊക്കെ പോയി കൊണ്ട് തലവച്ച് കൊടുക്കുന്നത്. അതോ ഈ പണം മാത്രം കണ്ടിട്ടാണോ പോകുന്നത്? പറയാൻ പോയ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് പറഞ്ഞ് തുടങ്ങാം, അതായിരിക്കും നല്ലത്. ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളെന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ പെർഫോമൻസ് വേണ്ട, ഒന്നും പറയുന്നില്ല. ലാലേട്ടൻ്റെ ടൈറ്റിൽ കാർഡ് ഉണ്ടല്ലോ, അത് വളരെ ഗംഭീരമായിരുന്നു, അത് കൊള്ളാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മുണ്ടും ജുബയൊക്കെ ഇട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നല്ല കിട്ടിളം പഞ്ചായിരുന്നു. പിന്നെ CG അത് നല്ല ഗംഭീരമായിരുന്നു, മികച്ച സംവിധാനമായിരുന്നു, സംഗീത സംവിധാനം നന്നായിരുന്നു. അതോടൊപ്പം തന്നെ ആർട്ട് വർക്ക്, കുറേ നല്ല ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു, കുറച്ച് നല്ല സാധനം ഉണ്ടായിരുന്നു. പിന്നെ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല കിടിലം സാധനമായിരുന്നു. പിന്നെ സൗണ്ട് ഡിസൈനിങ് ചില സ്ഥലങ്ങളിലൊക്കെ ഗംഭീരമായിട്ടുണ്ട്. റസുൽ പൂക്കുട്ടിയാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തരാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു പിടിയില്ല. 700 കോടി ബഡ്ജറ്റ്, അല്ല 70 കോടി രൂപയോളം ബഡ്ജറ്റ് ചിലവാക്കി എടുത്ത സിനിമയാണ്. എന്തരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പുല്ല്. ഈ ചില ആക്ഷൻ സീക്വൻസിലുണ്ടല്ലോ, ഇപ്പം കല്ലിപ്പോഴും ചുടുകട്ട വീഴുമെന്ന് ഉള്ള രീതിയിൽ കട്ട ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കണക്ക് ഇപ്പം വീഴും, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ബോണറ്റ് ഇപ്പം വന്ന് താഴെ വീഴും എന്നുള്ള രീതിയിൽ എടുത്തു വച്ചിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ആക്ഷൻ സീക്വൻസിൽ കുറേ സാധനങ്ങൾ കൊണ്ട്. പിന്നെ ഈ യുദ്ധവും ഇതൊക്കെ ഇത് കുറേ കാലം ആയില്ലടേ. ഇത് കുറേ കാലം രാജമൗലി കുറേ കാലം കൊണ്ട് നടക്കുന്ന സാധനങ്ങളല്ലേ. പിന്നെയും എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ കാര്യം എന്തിനാണ് ഈ ബാലാപാർട്ടൊക്കെ എടുത്തു വെച്ച് പിന്നെയും കൊണ്ടുവന്ന് വരുന്നതിൻ്റെ ആവശ്യം തിരിക്കുന്നതേ. ലാലേട്ടനൊക്കെ ഇതേപോലുള്ള ഒരു ഈ ബാലയിലൊക്കെ പോയി അഭിനയിക്കേണ്ട വല്ല കാര്യമുള്ള മനുഷ്യനാണോ? അദ്ദേഹത്തിൻ്റെ ആക്ടിങ് എന്താണ് എന്നത് കൃത്യമായിട്ട് മലയാളിക്ക് അറിയാം. അദ്ദേഹം നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് എൻ്റെ ദൈവം, പ്രത്യേകിച്ച് അദ്ദേഹം ഈ രാജാപാർട്ട് വേഷം കെട്ടിയിട്ടുള്ള വന്ന് നിൽക്കുന്ന നിപ്പ് കാണുമ്പോൾ ദേഷ്യം വരികയാണ്. സത്യം, ഞാൻ കുറേ ചിരിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേഷ്യമായി എനിക്ക്. അദ്ദേഹത്തിന് ഒരു കിരീടം വച്ചിട്ടുള്ള ഒരു സീൻ പോലും ഇല്ല. അദ്ദേഹത്തിന് ഒരുമാതിരി ശരിക്കും പറഞ്ഞാൽ ബാല തന്നെയാണ്. ബാലയിൽ എങ്ങനെയാണോ നമ്മളൊരു ആളെ കാണുന്നത് അതേപോലുള്ള വേഷവിധാനം. കോസ്റ്റ്യൂമെങ്കിലും നന്നാക്കണേ. ലാലേട്ടനെ ഇത്തിരി നീളമുള്ളൊരു വിഗ് എടുത്ത് വെച്ച്, എന്താ ചെയ്തപ്പോഴിത്തിരി നല്ല വിഗ്ഗെങ്കിലും എടുത്ത് വെച്ചുകൂടെ? ലാലേട്ടൻ്റെ മുടിയിൽ ഇത്തിരി കൂടെ ലെന്ത് കൂട്ടി, അത്രയേ ഉള്ളൂ. എന്നാൽ വിഗ്ഗെങ്കിലും ഒരു നല്ല സാധനം വെച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ ഒരു നല്ല മീശ വെച്ച് കൊടുക്കണേ. പുല്ലി എന്തോ ഊള മേക്കപ്പും കോസ്റ്റ്യൂമോടെ. പിന്നെ ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ചവൻ, അവൻ ആദ്യത്തെ പാർട്ടിലും ഊള. പിന്നെ എന്താ പറയാൻ വേണ്ടി 2025 പ്രസൻസിലെ ക്യാരക്ടറും ഊള. എന്തൊരു ആക്ടിങ് ഇടേ. എവൻ്റെങ്കിലും കയ്യിലിരിക്കുന്ന പണം വെറുതെ കളയാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങി തിരിച്ചിരിക്കും. എന്തരാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു ഇതിനിടയിൽ ക്രിഞ്ചടിക്കാൻ വേണ്ടി ഒരു പ്രേമം പോകും. പെട്ടെന്നൊരു പ്രേമം നോ പറയുന്നു, അടുത്ത സെക്കൻഡ്സിൽ യെസ് പറയുന്നു, തന്തയെ കാണാൻ വരുന്നു. എന്തൊരു ഊള സാധനോടെ. പ്രതികാരത്തിൻ്റെ മറ്റേ കുണപ്പാണെന്ന് പോലും. എവിടത്തെ പ്രതികാരം? ആരുടെ പ്രതികാരം? ഒരു ജന്മത്തിൽ ഒരു സംഭവം നടക്കുന്നു. അതായത് ശത്രുവിന് ചെയ്യുന്ന അമ്പ് ശത്രുവിനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് 2-3 നമ്മുടെ ഇതില്ലേ രാജമൗലിയുടെ ഇതില്ലേ, അതിൽ ഇവൻ വിടുന്ന 3-4 ഇങ്ങനെ വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ വിടത്തില്ലേ അമ്പ്, അതേപോലെ വിട്ടതാണ്. രാജമൗലിയുടെ ബാഹുബലിയിൽ അതേപോലെ വിട്ടതാണ്. ഒരമ്പ് ശത്രുവിൻ്റെ അടുത്ത് പോയി, മറ്റൊരമ്പ് ഒരു അമ്മയും കൊച്ചും അതുവഴി പോകുന്നു. അമ്മയെ ഇതെന്തോന്നടേ, അതും രാത്രി സമയത്ത്. ചിരിക്കാം, കുറേ ചിരിക്കാറുണ്ട്. എന്നിട്ടാണെങ്കിൽ ആ അമ്മയുടെ ശാപം, അമ്മ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ വരുന്നു, നിന്റെ മകൻ നിന്നെ കൊല്ലോടാ തെണ്ടി എന്ന് പറയാം. തെണ്ടിയെന്ന് മാത്രം പറഞ്ഞില്ല, ബാക്കി പറഞ്ഞ് ചിരിച്ച്. എന്തൊരു ഊള, എന്താ പറയുക, ചീത്ത വിളിക്കാനാണ് തോന്നുന്നത്. ഒരു സുഖമില്ലാത്ത ലാലേട്ടനെ കൊണ്ടുവന്നിട്ട്, ഇതേപോലുള്ള ഒരു നടനെ കൊണ്ടുവന്നിട്ട് ആ സിനിമയിൽ കൊണ്ട് തല വച്ചു കൊടുത്ത ലാലേട്ടനെയാണ് ആദ്യം തല്ലേണ്ടത്. മലയാളത്തിൽ സിനിമ ഇല്ലാത്തതുകൊണ്ടാണ്.
ഡേറ്റ് ഒന്നും കൊടുക്കരുത്, ഇവിടെ ഒന്നും കൊടുക്കരുത്, പോയി അങ്ങ് കൊണ്ടുപോയി തല ഒഴിച്ചു കൊടുത്ത് അവിടെ കിടന്ന് നാറണം. എന്നിട്ട് അമ്മമാരിപ്പോൾ ഊഞ്ഞാലാട്ടി വിട്ടില്ലേ തെലുങ്കന്മാരെല്ലാം കൂടെ ചേർന്നിട്ട്. എന്ത് മനുഷ്യനാണ് ഈ മനുഷ്യൻ? ആവശ്യമില്ലാത്ത എന്ത് സൗഹൃദത്തിൻ്റെ പേരായിരുന്നാലും ഈ മനുഷ്യൻ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും കൊണ്ട് തലവയ്ക്കാൻ പാടില്ല. അദ്ദേഹത്തിനോട് നല്ലൊരു ബഹുമാനവും സ്നേഹവും എല്ലാവരുടെ ഒരു ആരാധനയൊക്കെ ഉണ്ട്. ആ ഒരു ഇത് കളഞ്ഞു കുടിക്കരുത് ഈ മനുഷ്യൻ. പിന്നെ എന്താ പറയുക, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഇത് എനിക്ക് 1% പോലും ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. ഒരു പഴയ കാലവും പുതിയ കാലവും ഇങ്ങനെയുള്ള ഈ ട്രാവൽ മൂവി എന്ന് പറയുന്ന സാധനം ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതൊരു വലിയ പുത്തരമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ രാജാ പാർട്ടൊക്കെ വലിയൊരു ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് തിരക്കഥയ്ക്കുള്ളൊരു വലിയ പ്രശ്നമാണ്. തിരക്കഥയും അതോടൊപ്പം തന്നെ ഡയറക്ഷനിലും വലിയ പ്രശ്നമുണ്ട്. തിരക്കഥ നല്ലതല്ല, അതോടൊപ്പം തന്നെ ഡയറക്ടർ പറയുന്നതേ ആക്ടറിന് ചെയ്യാൻ പറ്റൂ. എന്നാൽ ലാലേട്ടൻ്റെ മകനായിട്ട് അവനെ അഭിനയിക്കാൻ പോലും അറിയത്തില്ല തെണ്ടിക്ക്. ഈ ലാലേട്ടൻ്റെ മാനം കൂടെ കളയാൻ വേണ്ടി. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കുക. ഈ വലിയ വലിയ ലെജൻഡിനെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിപ്പിച്ചിട്ട് ഒക്കെ സംഗീതം പോലും അതോടൊപ്പം തന്നെ സൗണ്ട് ഡിസൈനിങ്, ആർട്ട്, ഇതെല്ലാം ലാലേട്ടൻ എന്ന് പറയുന്ന ഫാക്ടർ, അങ്ങനെ എല്ലാം വലിയ വലിയ ആൾക്കാരാണ് കൊണ്ടുവന്ന് ഇതിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറത്തു വന്ന സാധനമോ ഊള സാധനം, കച്ചട സാധനം. വേറെ ഒന്നും പറയുന്നില്ല, നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, താങ്ക് യു.